താബിഈനെ കൊന്നതിന്റെ പിന്നാലെ പിന്നൊരാളെ കൊല്ലാനുള്ള അവസരം കൊടുത്തിട്ടില്ല. അദ്ദേഹം ളാലിമാണ്. നമ്മളൊരു ഭരണാധികാരിയെ പറ്റി പറയുകയാണെങ്കിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ളാലിമാണ്. പക്ഷേ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊന്നുകളഞ്ഞതിൽ ബഹുഭൂരിഭാഗവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യാൻ കൂട്ടുനിന്ന അന്നത്തെ രാഷ്ട്രീയ കാബാലികന്മാർ, അവരെയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മുഴുവൻ കൊന്നുകളഞ്ഞത്. അപ്പൊ ഒരു അക്രമിയാണ്. പക്ഷെ അള്ളാഹു അതിന്റെ ഉള്ളിലൂടെ അവന്റെ ചില സുന്നത്തുകൾ, ചില ചര്യകൾ അള്ളാഹു നടപ്പാക്കും. അപ്പോ നോട്ട് പിൻവലിച്ചതിന്റെ പിന്നിൽ നമുക്കുണ്ടായ സങ്കടവും വിഷമവും വാട്സപ്പിലൂടെ കരഞ്ഞു തീർത്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്തു എന്നൊൽപ്പം ആലോചിക്കുക. നമ്മളൊരു പിടുത്തം വിട്ട ജീവിതത്തിലായിരുന്നു. ഒരു വേള ഈ ലോകത്ത് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചപ്പോഴേക്കും റബ്ബേ, 10,000 വാരി വിതറിയുന്ന ആളുകൾ ഇപ്പൊ 100-150 ചെയ്യുന്നുള്ളൂ. ജീവിതത്തിൽ ഒരുതരം ചിട്ടയും ഒരുതരം അടുക്കും, ഇനി ഇങ്ങോട്ട് കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ എന്തായിപ്പോകും എന്നൊരു ചിന്തയും ഒരു വലിയ സങ്കുചിതത്വം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ശരിയാണ്. എന്തേ കാരണം എന്നറിയോ? മുസ്ലിം, ഒരു മുഅ്മിനായ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് അകന്ന് പാപിയായി ജീവിക്കുന്ന സമയം മുഖത്ത് കറുപ്പും ജീവിതത്തിൽ സങ്കുചിതത്വവും അള്ളാഹു നൽകുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഹബീബിൻ സ്വഹാബിയാൻ തങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇന്ന ലിസ്സയ്യിഅതി സവാദൻ ഫിൽ വജ്ഹി വളീഖൻ ഫിർ റിസ്ഖ് വബഗ്ളൻ ഫീ ഖുലൂബിൽ ഖൽഖ്. മനുഷ്യന്മാർക്ക് വെറുപ്പാകുന്ന തിന്മ ചെയ്യുന്ന ആളുകളെ മനുഷ്യന്മാര് മനസ്സുകൊണ്ട് വെറുക്കുക. എങ്ങനെയെല്ലാം ചിന്തിച്ചാലും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പ് വരിക. അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവും. ഖൽബ് കൊണ്ട് വെറുക്കപ്പെടുന്ന ആളുകൾ, അത് ആ മനുഷ്യൻ ചെയ്ത തിന്മയുടെ ഫലമാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. പാപം ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാരിൽ, അവരുടെ വാഹനങ്ങളിൽ പോലും പാപത്തിന്റെ കറ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നുണ്ടത്രേ. അന്നൊക്കെ വാഹനം മൃഗങ്ങളാണല്ലോ. കയറാൻ ചെന്ന മൃഗം കാലുകൊണ്ടൊരു തട്ട്, അല്ലെങ്കിൽ അതിന്റെ മേലെന്ന് താഴെ വീഴുന്നു, അല്ലെങ്കിൽ മൃഗം ഒരു ഹനീആയ മൃഗമല്ല, സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മുൻഗാമികൾ ചിന്തിക്കുമായിരുന്നു, റബ്ബേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടോ? ഭാര്യയുടെ വർത്തമാനത്തിനൊരു കോട്ടം, ഭാര്യയുടെ സംസാരം ലെവലില്ല, അവരുടെ സ്നേഹപ്രകടനങ്ങൾ കാണുന്നില്ല, അവരുടെ മനസ്സിനുള്ളിൽ നിന്ന് സ്നേഹം ഇല്ലാതെയാവുന്നുണ്ടോ? മക്കള് വാപ്പക്ക് കൊടുക്കുന്ന ബഹുമാനം മക്കള് കാണിക്കുന്നില്ല, വീട്ടിനുള്ളിൽ പോലും ഒരു നിന്ദ്യത. ഇതൊക്കെ വരുന്നത് മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലമാണെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു. പാപത്തിന്റെ ഭാരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുമത്രേ. നമ്മുടെ കുടുംബത്തിൽ ഒരു കള്ളുകുടിയനുണ്ടായാൽ, നമ്മുടെ കുടുംബത്തിൽ നിസ്കരിക്കാത്ത ഒരാളുണ്ടായാൽ, ഒരാണോ പെണ്ണോ, നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുന്ന ഒരു മോനുണ്ടായാൽ, പാരമ്പര്യമായി തലമുറകളിലൂടെ ആ പാപത്തിന്റെ ദുർഭൂതമായിട്ട്, ആ പാപത്തിന്റെ ഒരു ചീത്തക്കറയായി തലമുറകളോളം അതിന്റെ പാപഭാരം നിലനിൽക്കുമെന്ന് മദീനയിൽ നിന്ന് യുദ്ധത്തിന് കടന്നു പോകുന്ന തബൂക്കിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുന്ന വഴിയിൽ സമൂദുകാർ കടന്നു വന്ന, സമൂദുകാർ ജീവിച്ച സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞ ഒരു സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ച ഇടം കണ്ടു. അതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. തബൂക്കിലേക്കുള്ള യാത്രയിൽ സമൂദുകാർ ജീവിച്ച സ്ഥലം, അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളമുള്ളൂ. പരിസരത്തൊന്നും വെള്ളമല്ല, മരുഭൂമിയല്ലേ, നമുക്കറിയാലോ. ശുദ്ധജലം, കിണറിന് വേണ്ടിയാണ് അവിടെ യുദ്ധങ്ങൾ നടന്നത്. കിണർ, വെള്ളം വേണം, അതാണ് മനുഷ്യന്റെ സർവൈവലിന് വെള്ളം ആവശ്യമല്ലോ. അങ്ങനെ ഒരു വെള്ളമുള്ള കിണർ വന്നപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, കുടിക്കല്ലേ കുടിക്കല്ലേ കുടിക്കല്ലേ. അള്ളാഹുവിനെ ധിക്കരിച്ച ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറഞ്ഞ മനുഷ്യനും തന്റെ കൂടെയുള്ള 9ഓളം ആളുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അത്ഭുതകരമായ ഒട്ടകത്തെ, അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിക്കുകയും ചെയ്ത സമൂദുകാരെ അള്ളാഹു കഅജാസി നഖ്ലിൻ ഖാവിയ, വെട്ടി നിരട്ടപ്പെട്ട ഈത്തപ്പനകൾ കിടക്കുന്ന പോലെ എന്ന് പറഞ്ഞ ഭീമാകാരമായ ശരീരമുണ്ടായിരുന്ന മനുഷ്യരെ നശിപ്പിച്ച ഇടമാണത്. അതുകൊണ്ട് ആരും വെള്ളം കുടിക്കല്ലേ, ഈ കിണറുന്ന ആരും വെള്ളം കുടിക്കല്ലേ. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോഴേക്കും ചില സ്വഹാബിമാർ നേരത്തെ എത്തിയിരുന്നു. അവര് പറഞ്ഞു, നബിയേ, ആ വെള്ളമെടുത്ത് കയ്യിലുള്ള ഏതാനും ഗോതമ്പിന്റെ പൊടിയെടുത്ത് മാവാക്കിയിട്ടുണ്ട് നബി. ഇനി എന്ത് ചെയ്യും? ഭക്ഷണല്ലേ, എങ്ങനെ കളയും? മാവാക്കിപ്പോയി നബിയെ. ഇന്നത്തെ പോലെ ഒന്നും കിട്ടൂലല്ലോ. ഗോതമ്പൊക്കെ കിട്ടിയാന്ന് ലക്ഷറിയാണ്, ആഡംബര ജീവിതമാണ്. അത്രയും വളരെ സ്കെയറായിട്ട് ഇത് കിട്ടുള്ളൂ. അത്രയും ദൗർലഭ്യമുള്ള കാലമാണ്. സ്വഹാബത്തിന്റെ കയ്യിൽ ഏതാനുമേ ഉള്ളൂ, കുറച്ച് ഗോതമ്പുള്ളൂ. നബിയെ എന്ത് ചെയ്യണം? നബിയെ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? സ്വഹാബിമാർ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഒട്ടകങ്ങളിൽ വെള്ളം തെളിക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകമുണ്ടല്ലോ, ആ ഒട്ടകത്തിന് തീറ്റയായിട്ട് കൊടുത്തോളൂ. നിങ്ങൾ കഴിക്കണ്ട. തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കഴിക്കരുത്. അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണിത്, നിങ്ങൾ തിന്നാൻ പാടില്ല. ഒട്ടകത്തിന് കൊടുത്തോളൂ. എങ്ങനത്തെ ഒട്ടകം? നിങ്ങൾക്ക് അധ്വാനിക്കുന്ന, നിങ്ങളുടെ കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ സഹായിക്കുന്ന ഒട്ടകം. അങ്ങനത്തെ ഒട്ടകങ്ങളുണ്ട്, കയറേറ്റ് ചുറ്റുന്ന ഒട്ടകം. അതിന് കൊടുത്തോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അറിയണോ, അള്ളാഹുവിന്റെ മൃഗങ്ങൾ പോലും അള്ളാഹുവിനനുസരിക്കുന്നവയാണ്. അബ്രഹത്തിന്റെ ആനപ്പട വാദി മുഅസ്സറിൽ വന്ന് നിൽക്കുമ്പോൾ യമനിലെ രാജാവ് ഹബീബിന്റെ ജനനം നടക്കുന്ന കൊല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പിറന്നു വീഴുന്ന ആ വർഷം കഅബാലയം പൊളിക്കാൻ വന്ന വാദി മുഅസ്സർ വരെ മഹ്മൂദ് എന്ന ഒട്ടകത്തെ, ഒരു ആനയെ മുമ്പിൽ നിർത്തിയിട്ട് ആനപ്പടകളുമായി വന്ന അബ്രഹത്തിന്റെ ആനപ്പട കഅബാലയത്തിന്റെ മുമ്പിലേക്ക് വരാൻ വിസമ്മതിക്കുകയും, യമനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ആന റെഡിയാണ്, ഇറാഖിന്റെ ഭാഗത്തേക്ക് തിരിച്ചാൽ ആന പോകാൻ റെഡിയാണ്, ത്വായിഫിലേക്ക് തിരിച്ചാൽ ആന പോകാൻ റെഡിയാണ്, പക്ഷേ കഅബയിലേക്കില്ല. അങ്ങനെ ഏതൊരു റബ്ബാണോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നബിയേ, കഅബാലയത്തെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ ആനപ്പട വന്നപ്പോ ആനകൾക്കറിയാമായിരുന്നു ഇത് അള്ളാഹുവിന്റെ ഗേഹമാണ്, തൊടാൻ പാടില്ലെന്ന്. ആ ആനകൾ മുഖം തിരിച്ചു കളഞ്ഞല്ലോ. ആ ആനകളെ നിയന്ത്രിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ, ആ റബ്ബിന്റെ പൊരുത്തം അറിയുന്നുണ്ട് ലോകത്ത് ജീവിക്കുന്ന മൃഗങ്ങൾ. ഫആഫത്ഹാ വറഫദത് അൻ തഅകുല മിൻ ഹാദൽ അജീൻ. മാവ് കുഴച്ചത്, സമൂദുകാരുടെ കിണറ്റിലെ വെള്ളമെടുത്ത് കുഴച്ച മാവ് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾക്ക് കൊടുത്തപ്പോ ഒരു ഒട്ടകം പോലും ആ മാവ് തൊട്ടുകളഞ്ഞില്ല. ഒരൊറ്റ ഒട്ടകം പോലും, ഒന്നൊഴികെ ഹബീബിന്റെ കൂടെ പോകുന്ന ഒട്ടകങ്ങളിൽ ഏറ്റവും ശക്തനായിരുന്ന ഒരൊട്ടകമുണ്ട്, നല്ല കരുത്തുള്ള ഒരൊട്ടകം. ആ ഒരു ഒട്ടകമല്ലാതെ ഒരൊറ്റ ഒട്ടകവും ആ മാവ് തിന്നില്ല. ആ തിന്ന ഒട്ടകത്തിന് സംഭവം എന്ത് സംഭവിച്ചു? ആ ഒട്ടകത്തിന് ഇല്ലാ ജമലുൻ വാഹിദുൻ കാന ഖവാഹുന്ന. ആ ഒട്ടകക്കൂട്ടങ്ങളിൽ ഏറ്റവും കരുത്തുള്ള ഒരൊട്ടകം, അത് മാത്രമേ ആ മാവ് തിന്നത്. ഫഅകല, അതാ മാവ് തിന്നു. ഫസാറ അദ്അഫഹുന്ന ബിശ്ശുമിൽ മഅസിയ. സമൂദുകാരുടെ പാപക്കറ കാരണം ആ ഒട്ടകം തിന്നപാടെ ആ കൂട്ടത്തിൽ ഏറ്റവും മെലിഞ്ഞ ഒട്ടകമായി മാറിയെന്ന് ഹബീബിന്റെ സ്വഹാബിമാർ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിശ്ശുമിൽ മഅസിയ, ചെയ്ത പാപത്തിന്റെ ഭാരം കാരണം. സമൂദുകാർ ചെയ്ത തെറ്റാണ്, പക്ഷേ തലമുറകളിലേക്ക് അത് വന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തൊടല്ലേ, കണ്ടോ, ഒട്ടകത്തിന് പോലും അത് വേണ്ട. തിന്ന ഒരൊട്ടകം അതോടുകൂടെ മെലിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആയിരക്കണക്കിന് കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം പോലും പാപത്തിന്റെ മറ അള്ളാഹു ഭൂമിയിൽ നിന്നും മായ്ച്ചു കളഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനത് ഇഷ്ടമല്ല. അവനിഷ്ടമില്ലാത്ത തിന്മ ചെയ്യുന്ന ഇടം അവൻ ഇഷ്ടമല്ല, തിന്മ ചെയ്യുന്ന പ്രദേശങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.
ഒന്നുകൂടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്റഖുന്നാസി മൻ യസ്റഖു മിൻ സ്വലാത്തിഹി. പാപങ്ങൾക്ക് കറയുണ്ട്. പാപങ്ങളുടെ കറ വർഷങ്ങളോളം ഒരുപക്ഷേ നീണ്ടു നിൽക്കും. പാപങ്ങളുടെ കറ വർഷങ്ങളോളം നീണ്ടു നിൽക്കും. മോഷണം ചെയ്യുന്നത് കുറ്റമാണ്, അല്ലേ? നമുക്കറിയാം. വ്യഭിചാരം കുറ്റമാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അള്ളാഹുവിന് പൊരുത്തല്ല. കള്ളു കുടിക്കുന്നവരെ അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹു അരുത് എന്ന് പറഞ്ഞത് ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. മോഷണം, ഉമ്മയെ വാപ്പയെ മോഷണം ചെയ്യുന്നവരുണ്ടാവും ചിലപ്പോ. ഇപ്പൊ മോഡിയുടെ ഈ പരിഷ്കാരം കൊണ്ട് ഭർത്താക്കന്മാരുടെ നിന്ന് കട്ടെടുത്തോലെ പെണ്ണുങ്ങളെ വയസ്സൊക്കെ പുറത്തു വന്നു എന്നാ കേട്ടത്. അപ്പൊ സ്വന്തം ഭർത്താവിനെ പറ്റിച്ചുണ്ടാവും, ഉമ്മാനെ പറ്റിച്ച് കൈക്കലാക്കിയതുണ്ടാവും, വാപ്പയെ പറ്റിച്ചതുണ്ടാവും. ഒരു മനുഷ്യൻ സ്വന്തത്തെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഒരാള് സ്വയം മോഷ്ടിക്കുക, വേറെ ഒരാളെ അല്ല. ആ മോഷണം ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ നിന്ന് മോഷണം ചെയ്യുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക, നിസ്കാരങ്ങൾ ധൃതിയിൽ കഴിച്ചുകൂട്ടുക, അതിൽ അള്ളാഹുവിനെ ഓർക്കാതിരിക്കുക. നിസ്കാരത്തിന്റെ റുകൂഉം സുജൂദും അതിന്റെ ഒരു തുമഅനീനത്തിലും ഭംഗിയിലും ദിക്റൊക്കെ ചൊല്ലി വളരെ സ്നേഹത്തോടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടുകൂടെ ചെയ്യേണ്ടത് ഒരു വെറുപ്പോടുകൂടെ കഴിച്ചു കിട്ടാൻ വേണ്ടി ഒരു കുത്തിമറിയ, അത് നിസ്കാരത്തിൽ ചെയ്യുന്ന മോഷണമാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞു, അസ്റഖുന്നാസ്, ജനങ്ങളിലെ ഏറ്റവും വലിയ കള്ളന്മാർ. നാട്ടിലെ കള്ളന്മാരെ പേരൊന്നും ആലോചിക്കണ്ട. ആരാന്നറിയോ ഏറ്റവും വലിയ കള്ളന്മാർ? അസ്റഖുന്നാസി മൻ യസ്റഖു മിൻ സ്വലാത്തിഹി. സ്വന്തം നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവനാണ് ഏറ്റവും വലിയ മോഷണം ചെയ്യുന്നവനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം സമാധാനം തരുന്നതാണ്, നിസ്കാരം ആശ്വാസമാണ്, നിസ്കാരം അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന പ്രണാമമാണ്. റബ്ബിനോട് 5 നേരം താങ്ക് യു അല്ലാഹ്, നിനക്ക് നന്ദിയുണ്ട് പടച്ചവനെ എന്ന് റബ്ബിന് നന്ദി പറയലാണ് നമ്മുടെ 5 നേരത്തെ നിസ്കാരം. അതിൽ പോലും പിശുക്കുന്ന ആളുകൾ ഏറ്റവും വലിയ കള്ളന്മാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് ആലോചിക്കുക. ആരും അപ്പുറത്തേക്ക് നോക്കണ്ട, സ്വന്തത്തിലേക്ക് നോക്കുക, സ്വന്തത്തിലേക്ക് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പെരുങ്കള്ളനിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. എന്തേന്നറിയോ? പാപങ്ങളെല്ലാം പാപം തന്നെയാണ്. പക്ഷേ അള്ളാഹുവുമായി നമ്മൾ ഇടപെടുന്ന ആ ഇടപാടിൽ പോലും നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅസ അബ്ദുദ് ദിർഹമി, തഅസ അബ്ദുദ് ദീനാരി, തഅസ അബ്ദുൽ ഖതീഫതി, തഅസ അബ്ദുൽ ഖമീസ. പണത്തിന് പിന്നാലെ ഓടി നടക്കുന്നവർ, ആർഭാടത്തിന് പിന്നാലെ ഓടി നടക്കുന്നവർ, അവര് മുഴുവനും നശിച്ചിരിക്കുന്നു, അവരെ നശിച്ചിരിക്കുന്നു. അവർക്ക് നഷ്ടമാണ്. ജീവിതകാലം മുഴുവനും ഒരു നന്മയും ചെയ്യാതെ, ഒരു നന്മക്കും സഹകരിക്കാതെ, ഒരു നന്മയ്ക്കും തന്റെ സഹായം കൊടുക്കാതെ പൈസ അക്യുമുലേറ്റ് ചെയ്യണം, സമ്പാദിക്കണം, അത് കുമിഞ്ഞുകൂടണം എന്നാഗ്രഹിക്കുകയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്ത മുഴുവൻ ആളുകളും നശിച്ചിരിക്കുന്നു, അവർക്ക് നഷ്ടമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം ചെയ്യുന്നവന്റെ ഹൃദയവും പാപം ചെയ്യാത്തവന്റെ ഹൃദയവും രണ്ടും രണ്ടുപോലെയല്ലേ? രണ്ടും രണ്ടാണ്. ഹൃദയത്തിൽ മാറ്റം വരുന്നതാണ്. സജ്ജനങ്ങളും ദുർജനങ്ങളും വേർപിരിയുന്നത് ഇങ്ങനെയാണ്. ഹൃദയത്തിൽ സമാധാനം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം എന്തൊരു റാഹത്താണെന്നാണ്, എന്തൊരു സന്തോഷാണെന്നാണ്. പൈസ ഇല്ലെങ്കിലും സന്തോഷം, പൈസ ഉണ്ടെങ്കിലും സന്തോഷം, രോഗമാണെങ്കിലും സന്തോഷം, പ്രയാസമാണെങ്കിലും സന്തോഷം, ആരോഗ്യം ഉണ്ടെങ്കിലും സന്തോഷം, ആരെങ്കിലും ചീത്ത പറഞ്ഞാലും സന്തോഷം, തെറി വിളിച്ചാലും സന്തോഷം, സന്തോഷം പറഞ്ഞാലും സന്തോഷം. ഇങ്ങനെ ഒരു ജീവിതം മുഅ്മിനല്ലാതെ കിട്ടൂല. കാരണം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. അതാണ് അതിൻ്റെ അത്ഭുതം. ഈ ഒരു സന്തോഷം പാപം ചെയ്യാതെ ജീവിക്കുന്ന, പാപം ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കുല്ലു ബിനി ആദമ ഖത്താ, എല്ലാ ആദമിന്റെ സന്തതിയും പാപം ചെയ്യുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ, പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. തെറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ മലക്കുകളല്ല. തെറ്റ് സംഭവിക്കും, തെറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന കാലാണ്. അങ്ങനെയല്ല, തെറ്റ് മനുഷ്യൻ ചെയ്യും. മലക്കുകൾ അല്ലല്ലോ മനുഷ്യർ. മനുഷ്യർ തെറ്റ് ചെയ്യും.
തെറ്റിന് തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങുക. അതാണ് ഏറ്റവും നല്ല ഗുണം.